10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ഉത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി. ബുധനാഴ്ച സന്ധ്യയ്ക്ക് കൊടിമരത്തറയ്ക്കരികിലെ പഴുക്ക മണ്ഡപത്തിലിരുന്ന ശ്രീഗുരുവായൂരപ്പനെ ശാന്തിയേറ്റ കീഴ്ശാന്തി മേച്ചേരി ശ്രീകാന്ത് നമ്പൂതിരി ദീപാരാധന നടത്തി. ദീപാരാധനയ്ക്ക് ശേഷം കൊമ്പൻ നന്ദൻ പഞ്ചലോഹത്തിടംപേറ്റിയ സ്വർണ്ണക്കോലം ശിരസിലേക്ക് ഏറ്റുവാങ്ങി. ശങ്കരനാരായണനും ചെന്താമരാക്ഷനും പറ്റാനകളായും രവികൃഷ്ണനും ബാലുവും കൂട്ടാനകളുമായി അണിനിരന്നു. എഴുന്നള്ളിപ്പിനെ പഞ്ചവാദ്യം അകമ്പടിയായി. വേഷധാരികളായ കൃഷ്ണനാട്ടം കളിയിലെ കലാകാരന്മാരും ഗ്രാമപ്രദക്ഷിണത്തിന് അകമ്പടിയായി. തഴ, സൂര്യമറ, വിരാണം തുടങ്ങി വിശേഷവാദ്യങ്ങളോടെയാണ് രാജകീയ പ്രൗഢിയിൽ ഭഗവാൻ പ്രജകളെ കാണാൻ ഗ്രാമവീഥിയിലേക്കിറങ്ങിയത്. എഴുന്നള്ളിപ്പ് വടക്കേ ക്ഷേത്രക്കുളത്തിന് സമീപം എത്തിയപ്പോൾ പഞ്ചവാദ്യം അവസാനിച്ചു. പെരുവനൻ കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം ആരംഭിച്ചു. കരിങ്കൽ അത്താണിക്കടുത്ത് സങ്കട നിവർത്തി ചടങ്ങ് നടത്തി. പിന്നീട് പഞ്ചാരിമേളത്തോടെയുള്ള ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം തിടമ്പ് കയ്യിലെടുത്ത് ഭഗവതിക്ക് മുന്നിലൂടെ രുദ്രക്കുളത്തിലെ ആറാട്ടുകടവിലേക്ക് നീങ്ങി. ആറാട്ട് കഴിഞ്ഞതോടെ ആയിരക്കണക്കിന് ഭക്തർ കുളത്തിൽ മുങ്ങി സായുജ്യം തേടി. ആറാട്ടിനു ശേഷം തിടമ്പ് ആനപ്പുറത്ത് കയറ്റി കിഴക്കേ ഗോപുരനടയിലൂടെ അകത്ത് പ്രവേശിച്ചു. കൊടിമരത്തിന് സമീപം ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരി 5 നിറപറകൾ വെച്ച് എതിരേറ്റു. ആനപ്പുറത്ത് ക്ഷേത്രത്തിനുള്ളിൽ 11 തവണ ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കി. തുടർന്ന് തന്ത്രി കൊടിമരമുകളിലെ ഗരുഡ വാഹനത്തിൽ നിന്ന് ചൈതന്യം പഞ്ചലോഹ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങി.